തകർത്തിടാമായി പുലരി വരണ വരെ നീയാട് ലഹരി കുറയും വരെ നീ തേട് ആട്ടമായി കുളിക്കൂ കൂട്ടമായി കുളിക്കൂ അനുഭവി നീ അനുദിനം നീ വീക്ക്ഡേയ്സ് മൊത്തം ഓഫീസിലും കഴുത്തിലുട്ടായി വീക്കെൻഡ് വന്നാൽ കല്ലടിച്ചു തകർത്തിടാമായി സ്വപ്നഭൂമി താക്കിടാൻ സ്വർഗലോകം നീ അനുഭവി ശോകമാകി നീ മറന്നിടാൻ സോമപാഠം നീ പരുകിടൂ എത്തിനാക്കാമൊരു സ്വർഗലോകം നീ ഒത്തുചേർന്ന് കൂട്ടുകൂടി ഇഷ്ടം പോലെ അടി നടക്കാം വീക്ക്ഡേയ്സ് മൊത്തം ഓഫീസിലും കഴുത്തിലുട്ടായി വീക്കെൻഡ് വന്നാൽ കല്ലടിച്ചു തകർത്തിടാമായി പുലരി വരണ വരെ നീയാട് ലഹരി കുറയും വരെ നീ തേട് ആട്ടമായി കുളിക്കൂ കൂട്ടമായി കുളിക്കൂ അനുഭവി നീ അനുദിനം നീ വീക്ക്ഡേയ്സ് മൊത്തം ഓഫീസിലും കഴുത്തിലുട്ടായി വീക്കെൻഡ് വന്നാൽ കല്ലടിച്ചു തകർത്തിടാമായി പുലരി വരണ വരെ നീയാട് ലഹരി കുറയും വരെ നീ തേട് ആട്ടമായി കുളിക്കൂ കൂട്ടമായി കുളിക്കൂ അനുഭവി നീ അനുദിനം നീ വീക്കെൻഡ് ഫുള്ളാ പാടിടാം വീക്കെൻഡ് ഫുള്ളാ ആടിടാം സാറ്റർഡേ സൺഡേ ആടി പാടി നൈറ്റ് ആയാലോ ഹോട്ടി നോട്ടി വീക്കെൻഡ് വന്നാൽ എൻജോയ് ചെയ്യാം ഡാൻസ് ചെയ്യാം ഞാനെന്ന് ചെയ്താൽ നിനക്കെന്താ നിനക്കെന്ത് ദുഃഖം പോടാടേ ഇതെന്റെ ലൈഫ് ഇതെന്റെ വൈഫ് ഡിജെ മ്യൂസിക് വാട്സ്ആപ്പ് യു പോടാ 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 ഡേ Step to the back, step to the back. I'm back to take that boom back rap. Mail check kiya? Hi Abhi, can you check this one? Okay, just follow the procedure and run. Okay? Yeah, sure. Hey, see? Nisha? What happened? എന്താ ടീ മിക്സിങ് ശരിയായി കാണില്ല. ചുമ്മാ ഒന്നും പറയില്ലെന്നെ.
ഇവൾക്ക് എപ്പോഴും ബിൽഡിംഗ് സ്ട്രോങ് ആയിരിക്കും, ബേസ്മെന്റ് വീക്ക്. മണ്ടത്തിലും പറയലടി. നിങ്ങൾ പറയാതെ പോകുന്നത് ചേട്ടത്തി എന്താടാ? ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ പേടിക്കാതെ, ഇറ്റ്സ് ഓക്കേ. വരാം, പെട്ടെന്ന് വരാം. ഇറ്റ്സ് ഓക്കേ. ഓക്കെ ബൈ 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 ബൈ. എന്താ ഈ നേരത്തെ എന്താ നിങ്ങൾ പറയാതെ പോകുന്നത്? ഏയ് അബി, എവിടെയായിരുന്നു ഇതുവരെ? ഏയ് വിട്. സമയം എത്രയായി അറിയില്ലേ? ഫോൺ ചെയ്താ പോലും നീ എടുക്കില്ല. അതിന് മാത്രം തിരക്കുണ്ടായിരുന്നു. എടി അബി, ഞാൻ ചോദിക്കുന്നതിനൊന്നും നീ എന്താ മറുപടി പറയാത്ത? അബി, മോളെ എന്ത് പറ്റി? അയ്യോ മോളെ എന്ത് പറ്റിയടി? അബി എണീക്ക് മോളെ, എണീക്ക്. How are you? All good? How are you, Chief? Hey, Maha. Thank you. Hey, എങ്ങനെയുണ്ട്? Super. പിന്നെ പ്രോജക്റ്റ് ഒക്കെ നന്നായിട്ട് പോയില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? പക്ഷെ എന്താ അത് തന്നെ ശരിക്കും എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഓഫീസിൽ ജോലിയുണ്ട്, അതുകൊണ്ട് വന്നത്. എന്തിനു കൊള്ളാം, ഞാനായിരുന്നു എന്തിനറിയോ, 1 മാസം ലീവ് എടുത്ത് പാരീസ്, സ്വിറ്റ്സർലാൻഡ് അങ്ങനെ വേൾഡ് ടൂർ നടത്തിയിട്ട് വന്നേനെ. അത് നീ ചെയ്യും. ഇവിടെ പ്രോജക്റ്റ് അപ്രൂവൽ പോലും ക്ലയന്റിന്റെ അടുത്ത് വന്നിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ഞങ്ങൾ രണ്ടുപേരും എങ്ങനെ അവിടെ ഇരിക്കും? മനസ്സിലായോ? ഒന്നും ഞാൻ പറയട്ടെ, കേൾക്ക് ബോസ്. IT എന്നല്ല, അതിപ്പോ ഏത് ഫീൽഡ് ആയാലും ഇവൻ ഒരുത്തനില്ലെങ്കിൽ ജോലി നടക്കില്ലെന്ന് ആരും വിചാരിക്കുന്നില്ല. So sad. അതന്നെ. What? ഇത് കേക്ക്. ഇന്നലെ രാത്രി അബി പബ്ബിൽ വെച്ച് ഒരാളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. വേറെ ലെവല്ലേ ഇവള്. ശരിക്കും പണി കൊടുത്തു. എന്തിനൊക്കെ പറയണേ, എല്ലാരും അറിയട്ടെ. Okay. Listen guys, we are going to conduct a party this weekend for this beautiful couple. So I invite you all to attend this party on behalf of the Wolf Gang. Thank you. Congratulations to you Girls both. first. Oh, come on. ശരി. Come on. ബ്യൂട്ടിഫുൾ, ഓസം. വേറെന്തെങ്കിലും? വന്നല്ലോ. ഡിസ്കോ ലൈറ്റ്സ്, പാർട്ടി മൂഡ്, DJ. ആദ്യം വീക്ക് ഡേയ്സിൽ പണിയെടുക്ക്, പിന്നെ വീക്കെൻഡ്സിൽ പാർട്ടി ചെയ്യാം. ഇവിടെ കോഡിങ്ങിൽ കുറേ ഇഷ്യൂസാണ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ഇഷ്യൂവാ? പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? നിങ്ങളൊക്കെ വിശ്വസിച്ച് ക്ലയൻറ്റിന് പ്രോജക്റ്റ് സെൻഡ് ചെയ്താലേ. അതെ അബി, ഇങ്ങനെയാണോ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്? കോഡിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഇസ് നോട്ട് അറ്റ് ഓൾ കൺവിൻസിങ്. നിഷ, ഈ പ്രോഗ്രാം റൺ ചെയ്ത് മോണിറ്റർ ചെയ്യാൻ പറഞ്ഞില്ലേ? റിപ്പോർട്ട്സ് എവിടെയാ? റിപ്പോർട്ട്സ് ചോദിച്ചാൽ മേലെ നോക്കുന്നു. ഇന്നലെ ഞാൻ ഹാങ് ഓവർ ആയിരുന്നില്ലേടി, അപ്പൊ എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ലത്. ഫുള്ള് ബ്ലാങ്ക് ആണ്. സർ, ഡോളർ സേവിങ്സ്, പ്രൊഡക്ഷൻ ഇഷ്യൂസ്, അത് പിന്നെ ലൈക്ക് നിങ്ങളുടെ ടാർഗറ്റ് എന്താ അത് മാത്രം പറഞ്ഞാൽ മതി. വെറുതെ ഈ ബ്ലെയിം ഗെയിം വെച്ച് ഡൈവേർട്ട് ചെയ്യരുത്. ഈ പ്രോജക്റ്റിന് ഈ വീക്കെൻഡാണ് ഡെഡ് ലൈൻ. അതിൻ്റെ ഇടയ്ക്ക് ക്ലയൻറ്റ് അപ്രൂവൽ കിട്ടിയില്ലെങ്കിലേ ഈ മുഴുവൻ ടീമിനെയും ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ് മെയിൽ അയച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയിട്ടേയിരിക്കും. Debug the ticket and issues as soon as possible. We don't have much time. Remember, performance matters. ഡേയ്, ഹണിമൂൺ കഴിഞ്ഞില്ല, പണിയെടുക്ക്. യെസ് സർ. ആഹാ, പണിയെടുക്കുന്നതിന് മുമ്പേ ആ കേക്ക് കൊടുത്ത് എൻ്റെ ക്യാബിനിലേക്ക് വാ. ഈ കേക്ക് ആ കുരങ്ങിന് കൊടുത്തേക്ക്. ഈ പ്രോജക്റ്റ് അത് ഫിനിഷ് ആവട്ടെ, എന്നിട്ട് നോക്കിക്കോ അവനെ ഞാൻ. സോറി. എവിടെ ഫയല്?
Final project output. പ്രോഗ്രാം റൺ ചെയ്തതിന്റെ റിപ്പോർട്ട്. ഇതിനു മുമ്പ് വന്ന പ്രോബ്ലത്തിന്റെ റീസൺ പ്രോപ്പറായിട്ട് ഡാറ്റ അപ്ലോഡ് ചെയ്യാതെ മാനുവലായിട്ട് അപ്ലോഡ് ചെയ്തത് കൊണ്ടാ. ഇതാണ് ഇഷ്യൂ. അതിന്റെ ഡിപ്പെക് സ്കെച്ചും ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സും എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. അത് മാത്രം മതിയോ, ഇനി വേറെ എന്തെങ്കിലും വേണോ? വെയിറ്റ്, ലെറ്റ് മീ ചെക്ക് ഫോർ ക്ലയൻസ് അപ്രൂവൽ. ഗ്രേറ്റ് വർക്ക് ഗൈസ്, വെൽ ഡൺ. 1 minute, ഫോൺ ചെയ്തോട്ടെ. Hello, sir. Sir, the project is completed. I have a great team working for me. How fake. No pressure, sir. Well, you can send us 100 projects. My team will deliver before deadlines. Next project will launch hardware interface. Okay, sir. ഇന്ന് തന്നെ it will be done, sir. Okay, thank you, sir. Thank you, sir. എന്തോ ടെർമിനേറ്റ് എസ്കലേറ്റ് എന്നൊക്കെ അന്ന് നമ്മളോട് പറഞ്ഞിരുന്നില്ലേ? Come on, Abhi. You know me personally, right? ഞാൻ നിങ്ങൾക്ക് തന്നത് വെറും പെക്ടോക്കാ. ആ മോട്ടിവേഷനിലാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഔട്ട്പുട്ട് തന്നത്. ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾ അത് അങ്ങനെ എടുക്കാവൂ. No hard feelings, sir. I work for the company, not for you, okay? So I know my job and my responsibilities. We are talented. അതുകൊണ്ട് ഈ ഓഫീസിലെങ്കിൽ വേറെ ഓഫീസ്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. അതുപോലെ തന്നെ ആ ഹാർഡ്വെയർ ഇന്റർഫേസ് ഇന്ന് തന്നെ. എന്താ സാർ ഇതൊക്കെ? എത്ര നാളായിട്ട് ഞങ്ങൾ അറിയാം. ഇന്നത്തെ ദിവസം സാർ ഇങ്ങനെയൊക്കെ. എന്നാലും അങ്ങനെ പറഞ്ഞു പോയല്ലോ സാറേ. സാറ്റർഡേ ഈവനിങ് 6 മണിക്ക് ശേഷം ആര് പറഞ്ഞാലും നോ 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 നോ. Okay, let's go. അഭി, What? അതെ, ആ പാർട്ടി ലൊക്കേഷൻ ലിങ്ക്. ഇറ്റ്സ് ഓക്കെ, യു ക്യാരി ഓൺ. എടാ, നീയെങ്കിലും എന്നെ കൊണ്ടുപോടാ. സർ, എനിക്ക് പോലും അറിയില്ല. എടാ, അയ്യോ, നമ്മൾ തന്നെ വേഷം മാറി പോവാൻ തോന്നുന്നു. ഛേ, പുതിയൊരു സുഖം അനുഭവിക്കണം, മറുതൊരു ദിനം പറഞ്ഞിടം മാമാ. ഇതാണ് നമ്മുടെ ഞങ്ങളെ വെല്ലാൻ ആരടാ. ലഹരിയിലൊന്നായിരങ്ങാൻ ഇത് നമ്മുടെ രഥം പറഞ്ഞാൽ നീ പരുകിടടാ, പുലരി വരി പകർന്നിടടാ. സരിഗമ പാട്ട് ഒരു പാട്ട് പുതുനോട്ട് തകർത്തിടടാ. സാറ്റർഡേ സൺഡേ വന്നല്ലോ, നമുക്കൊരു ഫണ്ടേ സെറ്റായോ. ബാറും കാറും ഒന്നാണേ, ഇവിടെ നമ്മുടെ ട്രെൻഡാണേ. കട്ടിങ് സെറ്റിങ് സിറ്റിങ് വോട്ടിങ് ഇവിടെ വന്നിടടാ. വന്നാൽ നിന്നാൽ തന്നാൽ തെറ്റായൊന്നുമേ വിടില്ലടാ. ഇനി ഷെയർ ചാറ്റ് വാട്സാപ്പ് ഇൻസ്റ്റാല് പോയാൽ
സ്വർഗത്തോട്ടിൽ വന്നിടടാ. എല്ലാരും ഞാൻ ഫിറ്റ് ആയിട്ടില്ല. നീയാണ് കുറച്ച് ഫിറ്റ് ആയത്. എന്താടാ ഇപ്പോഴല്ലേ പാർട്ടി കഴിഞ്ഞത്? ഹസ്ബൻഡ് ആവില്ല. വേണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇനി വെളിയിലേക്ക് പോണ്ട. ഞാൻ പറയുന്നത് കേൾക്കാൻ പുറത്തേക്ക് പോകണ്ട. കേക്ക് നീ പറയുന്നത് ഞാൻ കേൾക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞൊന്ന് കേട്ടൂടെ? നീ വണ്ടി എടുക്ക. ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക്. അല്ല ഞാൻ പറഞ്ഞത് കേൾക്കാൻ പുറത്ത് പോകണ്ട. പോലെ പറയുന്നത് കേട്ട് കേട്ടിട്ട് പോ. പോലെ ബൈ. നിഷ മഹാ ദീപ ഹലോ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇതെവിടെയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ നമ്മളെ കെട്ടിട്ടേക്കുന്നേ? ഹലോ ഹലോ എന്ത് സ്ഥലം ഇത്? നിഷ എണിക്കടി. 5 minutes കൂടി പ്ലീസ് ഡി. ആരാണെങ്കിലും പ്ലീസ് ഞങ്ങളെ ഒന്ന് അഴിച്ചു വിടൂ. എന്തുവാടി അപേക്ഷിക്കുന്നത് ഇവിടുന്ന്? നമ്മൾ ആരാണെന്ന് അറിയാതെ നമ്മളോട് കളിക്കാൻ നിൽക്കുക. ഒരു പക്ഷെ ആ പബ്ബിൽ ഇൻസൾട്ട് ചെയ്ത ആ ആനന്ദായിരിക്കോ? ആയിരിക്കും. നിങ്ങൾ ഇൻസൾട്ട് ചെയ്താൽ നിങ്ങൾ കിഡ്നാപ്പ് ചെയ്താൽ ഓക്കെ, പക്ഷെ എന്നെ എന്തിനാ? ഇവിടെ ഒരുത്തി. അതാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാകേഷ് എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. രാകേഷ് ചെയ്തത്
കാണിക്കുന്നേ? മര്യാദയ്ക്ക് ഇത് റിമൂവ് ചെയ്യേ. അബി പ്ലീസ് സർ, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പ്ലീസ് ഞങ്ങളൊന്ന് വിട്ടേക്ക്. താനും ഞങ്ങളുമായിട്ട് എന്താ ബന്ധം? ഇതുവരെ ഞങ്ങൾ തന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. സർ, എന്തിനാ സാർ ഞങ്ങൾ ഇങ്ങനെയൊക്കെ? ഏയ് എന്താ സാർ സാറെന്ന്? ഇവനെയൊക്കെ പോയി കെഞ്ചി കെഞ്ചി സാർ സാറെന്ന് വിളിച്ച് റെസ്പെക്ട് കൊടുക്കുന്ന ഞങ്ങൾ ആരാന്ന് നിനക്ക് അറിയില്ല. മര്യാദയ്ക്ക് ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങളുടെ ലെവൽ എന്താണ്, ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഒന്നും നിനക്ക് അറിയില്ല. മര്യാദയ്ക്ക് ഞങ്ങളെ വിട്ടേക്ക്. ഓക്കെ? ഞാൻ ഇത്രയും സംസാരിച്ചോണ്ടിരിക്കുന്നത് നീ മരം പോലെ നിൽക്കുന്നല്ലേ? അബി 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 നീ തെറ്റ ചെയ്യുന്ന വേണ്ട. അബി 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 സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? എന്താ ചെയ്യുന്നത്? മിണ്ടാൻ പാടില്ലെന്ന് നിന്നോട് അദ്ദേഹം പറഞ്ഞതല്ലടി. ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യണ്ട. വേണ്ട, എന്താ ചെയ്യുന്നത്? പ്ലീസ് അവളെ വിട്ടേക്ക്. പ്ലീസ് അബി അബി ഏയ് വേണു അബി. അയ്യോ അബി 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 അയ്യോ. ഏയ് പോവാനല്ലേ പറഞ്ഞ് പോ. ഏയ് ആരാണ് നീ? നിന്നോടല്ലേ ചോദിക്കുന്നേ? സൗണ്ട് കേട്ടോ നീ? ട്രെയിൻ സൗണ്ട് അല്ലേ? അടുത്തെവിടെയോ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് പോലീസ് അവിടെ കാണും. സോ അറ്റ്ലീസ്റ്റ് നമ്മൾ ആരെങ്കിലും ഒരാൾ എസ്കേപ്പ് ആയാൽ ബാക്കി പോലീസ് നോക്കോളൂ. നീ എന്ത് പണ്ടത്തരേ പറയുന്നേ? അതിനിവിടെ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടണ്ടേ? ഏയ് ഇവളൊരുത്തി, അവളെ കുറിച്ച് അറിയില്ല നിനക്ക് ശരിക്കും. അതൊക്കെ പോട്ടെ, നമ്മളെ തട്ടിക്കൊണ്ടുവന്നിട്ട് ഇവരെന്തിനിങ്ങനെ ചിത്രവധ ചെയ്യുന്നേ? മനസ്സിലാവുന്നില്ല. ജനറലി പെണ്ണുങ്ങളെ കിഡ്നാപ്പ് ചെയ്യുന്നത് 2 റീസൺസിനാണ്. ആ 2 റീസൺസിനും ഒരു നീഡാണ്. പെണ്ണുങ്ങളുടെ ശരീരത്തിന് വേണ്ടിയാ. 1 പ്രോബബ്ലി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആയിരിക്കും. അടുത്തതെന്താ?
പ്രോസ്റ്റിറ്റ്യൂഷൻ പോയി എല്ലാം പോയി. ചുമ്മാ കരയാതിരിക്കേ. ഏയ്, it's okay, കരയാതിരിക്കേ. Okay. Okay, ഇത് ഹാൻഡിൽ ചെയ്യാം. It's okay. Okay, stay strong. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേ. അബി, എനിക്കും കുറച്ച് പേടിയാവുന്നുണ്ട് ഇപ്പോ. ഹേ, നിന്നോടാ. നീ എന്താ ആലോചിക്കുന്നേ? എനിക്കൊന്നും തലയിൽ വരുന്നില്ല. ഫുൾ ബ്ലാങ്ക് ആണ് ഞാൻ. ഏയ്, ഇതിൽ വേറെന്തോ ഒരു കാര്യമുണ്ട്. അതെടി, എന്തോ ഉണ്ട്. ആ ബാത്റൂമിലെ പെൺകുട്ടീനെ തന്നെ എന്തോരം അടിച്ചേക്കുക. എടി, ഒരു പക്ഷെ മെഡിക്കൽ മാഫിയ വല്ലതും ആണെങ്കിലോ? നോ ഐഡിയ. പക്ഷെ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ലാസ്റ്റ് വരയ്ക്കും ഹോപ്പ് വിടാൻ പാടില്ല. ടിൽ ദെൻ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. സേഫായിട്ട് റീച്ച് ആവും. ഓക്കെ, സ്റ്റേ സ്ട്രോങ്. ഓക്കെ. ഹേയ്, ഹേയ്, നീ ആരാ? നീ ആരാ? എന്തിയാ ഇവിടെ? The party was nice, the party was pumping. And everybody having a ball. Until the fellas started calling. And the girls respond to the call. I heard a poor one shout out. Who let the dogs out?
എനിക്ക് റെസ്റ്റ് റൂമിൽ പോണം. എനിക്ക് റെസ്റ്റ് റൂമിൽ പോണം. ഇറ്റ്സ് അർജന്റ്. എന്താ വേണ്ടാടി, വേണ്ട. അയാൾ കാണും. എങ്ങനെ രക്ഷപ്പെടട്ടെ? എടി പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താ. ചിലപ്പോ കണ്ടാലോ. പെട്ടെന്ന് മിണ്ടാതിരിക്കും. അവേ സൂക്ഷിച്ച്. സോപത്തി പെട്ടെന്താ. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് വേണ്ടെന്ന്. അതെങ്ങനെയാണ്? വിടാനല്ലേ പറഞ്ഞത്.
ഞാൻ ആരാന്ന്? ഒച്ച വെക്കല്ലേ ഇത്. ചുമ്മാ കൈ വിടടി. വിട്, അങ്ങനെ പറഞ്ഞെ. കാണിക്കരുത്. ഇത് അഴിക്കാൻ പറയടാ. നീ ചുമ്മാ ഇരിക്കണേ. ഇത് റിമൂവ് ചെയ്യ. അതിനുശേഷം നീ നോക്കിക്കോ. വേണ്ട സർ, വേണ്ട സർ. അഭി വേണ്ട. ദീപ അവളോട് പറയാം. വേണ്ട സർ, വിടാതവനെ. അഭി വേണ്ട അബി, പറഞ്ഞ കേക്ക്. വേണ്ടാടി. യെസ് അബി. പ്ലീസ് അഭി. വേണ്ട സർ. സൂക്ഷിച്ച്. അഭി അഭി
അതിൻ്റെ അപ്പുറം ചെയ്യാൻ എനിക്ക് നന്നായി അറിയാം. ഏയ്. കെട്ടിയിടവളെ. നിങ്ങളുടെ ആക്കിങ് രക്ഷപ്പെടാനുള്ള ഐഡിയ ഉണ്ടോ? കെട്ടിവെച്ചിടത്തെ അവളുമാരുടെയൊക്കെ നോട്ടം കണ്ടില്ലേ? എന്താടി പറ്റിയെ? നീ എവിടെ പോയി? നിഷ, ഏയ് നിഷ, ഏയ് നിഷ. എന്താണ് ചെയ്യുന്നേ? എന്താണ് ചെയ്യുന്നേ? എന്താണ് ചെയ്യുന്നത് നീ? വിടടാ നിഷ, നിഷ എനിക്ക് വിടടാ, വിടടാ പ്ലീസ് നിഷ, നിഷ. മഹ എനിക്ക് വിടടാ. ഇതൊരിക്കലും നിന്റെ കയ്യിൽ നിന്ന് അടിക്കരുത്. രാകേഷ്, 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 രാകേഷ് എവിടെയാ? രാകേഷ്, രാകേഷ് നീ എവിടെയാ? ഇത് എവിടെയാ രാകേഷ്? ദീപ, 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 എന്താ പറ്റി? നീ എവിടെയാ? രാകേഷ്, എണീക്കടേ ദീപ, ദീപ എന്താ പറ്റി? എണീറ്റ് വാടി ഇങ്ങോട്ട്. എണീറ്റ് വാ ദീപ. ദീപ,
ദീപ നിക്കവിടെ. ദീപ ദീപ കൊന്നല്ലേ അവൻ? ദീപ എന്താ ചെയ്തത്? ഇയാളെന്റെ രാകേഷിനെ കൊന്നു. ഇവനെന്റെ രാകേഷിനെ കൊന്നു. രാകേഷിന് എനിക്ക് വേണോ? എനിക്ക് വേണം. എനിക്ക് അറിഞ്ഞോളൂ എനിക്ക് എന്തോരം ഇഷ്ടമാവനെന്ന്. എന്തിനാ നീ അത് ചെയ്തത്? എന്തിനാ അവനെ കൊന്നത്? ആരാ നീ? എന്താടാ ചെയ്യുന്നേ? എന്താടാ? മാറ്, അങ്ങോട്ട് മാറ്, അങ്ങോട്ട് മാറ്. അബി, മഹാ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ടെന്ന്. എന്താടാ ചെയ്തേ? പറടാ. ചോദിച്ചു കേട്ടില്ലടാ, പറ. ചോദിച്ചു പറയില്ലല്ലേ? പോലീസിനെ വിളിക്കടാ, പോലീസിനെ വിളിക്കാം. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തേ? പറയടാ. ഒറ്റടിയിൽ ചാവുന്ന എനിക്കറിയാം. ചത്തുപോയി. നാല് പെണ്ണുങ്ങളെ കാണാതായിട്ട് ഇന്നേക്ക് ഒരാഴ്ചയായി. അതിന് നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്ത മാഡം? അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ടെത്താൻ ഞങ്ങൾ തീവ്രമായി പരിശ്രമിക്കുന്നുണ്ട്. KV ഗ്രൂപ്പ്സിലെ ആനന്ദിനും ആ പെണ്ണുങ്ങളും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് കേട്ടല്ലോ. ആ പയ്യനെ വിളിച്ച് നിങ്ങൾ സംസാരിച്ചോ അതോ പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് വിട്ടുകളഞ്ഞോ? അദ്ദേഹത്തിനും ഇതിനും യാതൊരു ബന്ധവുമില്ല. ഇൻഫാക്ട് ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഇല്ല. ഇത് വേറെ ആരോ ചെയ്തതാണ്. മാഡം, പണമുള്ള കുട്ടികളാണെങ്കിൽ ഉടൻ തന്നെ മറുപടി വരുമല്ലേ? എന്താ നിങ്ങൾ പറയുന്നത്? കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കും ഇതേ പ്രായത്തിൽ ഒരു മകളുണ്ട്. കഴിഞ്ഞ മാസവും ഇതേപോലെ പബ്ബിൽ നിന്നും മടങ്ങി വരുന്ന വഴി പെൺകുട്ടികൾ കടത്തപ്പെട്ടിരുന്നു. അതേ പാറ്റേൺ ആണ് ഇതിനും. ഐ തിങ്ക് അവനായിരിക്കും ഇതും ചെയ്തത്. 24 മണിക്കൂറിനുള്ളിൽ കാണാതെ പോയ പെൺകുട്ടികളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും. അതുപോലെ കുറ്റവാളി ആരായിരുന്നാലും അവനെ നിയമത്തിന്റെ പിടിയിൽ അകപ്പെടുത്തും. 24 hours അല്ലേ? We'll meet. നിന്നവരെന്തായാലും പിടിക്കും. ഏയ്, എല്ലാരും നല്ലോണം കഴിക്കടി.
കുറച്ചു നേരത്തിനുള്ളിൽ അവന്റെ കഥ കഴിയാൻ പോവാ. എന്താ നോക്കുന്നേ? ജീവഭയം എന്താന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവളല്ലേ കഴിക്കില്ലെന്ന് പറഞ്ഞത്. എന്നാ നീ ഗുഡ് ബൈ. 24 മണിക്കൂറിനുള്ളിൽ കാണാതെ പോയ പെൺകുട്ടികളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും. ഇനിയുള്ളൊക്കെ ശബ്ദം ഉയർത്തിയാലേ കഴുത്തറുത്ത് കൊന്നു കളഞ്ഞേക്കും. ശബ്ദം കേട്ടു പോരുത്. അനങ്ങി പോവരുത്. വീര, Oh
പെട്ടെന്നല്ലേ പറഞ്ഞ പെട്ടതാരാണെന്ന് കണ്ടില്ലേ? സൽക്കാരം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമ്മളെ തെരഞ്ഞു വരുന്നവർക്ക് വാരിക്കോരി കൊടുക്കുന്നത്. എന്താ കൊടുത്താലോന്ന് ചത്തുപോയി. കരഞ്ഞ് ശല്യം ചെയ്യരുത്, മനസ്സിലായോന്ന്? ഞാൻ അറിയാതെ വന്നതാണോ? ഇവിടെ ഒന്നുമില്ലല്ലോ. എത്ര പൊടിയാ! അക്കാലത്ത് ഓട്ക വിദേശ സാധനമാണെന്ന് തോന്നുന്നു. ബെവറേജിലെ സാധനം കഴിച്ച് പരിചയപ്പെട്ട നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. മണം തന്നെ അടിപൊളിയാ. അതെ, തൊട്ട് നോക്കാനൊന്നുമില്ലേ? ഒരു പാക്കറ്റ് അച്ചാറിന് ഒരു കുപ്പി കുടിക്കുന്നവൻ ഇപ്പൊ ഊർമിള പോലെ 3 അച്ചാർ പാക്കറ്റ് ഉണ്ട്. എത്ര ഫുള്ളകത്ത് പോകുന്ന അറിയുന്നില്ലല്ലോ. സോമ, അത്രയും പെണ്ണുകൾ നിനക്ക് തന്നെ. ഈ എൻജോയ് ചെയ്തു. എല്ലാം പബ്ബിൽ പോയിട്ട് വന്ന് നല്ല പാമ്പായി കിടന്ന് ഉറങ്ങുക. നമ്മളെക്കാളും വലിയ പാമ്പുകളാണെന്നാ തോന്നുന്നതേ. റോസ് മിൽക്ക്, ബട്ടർ മിൽക്ക്, സോറി മോളെ, ബൺ ബട്ടർ ജാം, ദൈവമേ. കുടിച്ചിട്ട് കമന്ന് വീണ മുഖത്തൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി എത്ര സേഫായിട്ട് കയ്യും കെട്ടി കിടക്കുന്നു. ഈ ഐഡിയ എന്താ നമുക്ക് മുമ്പേ വരാത്തേ? ഇനി ഈ ഐഡിയ തന്നെ ഞാൻ ഫോളോ ചെയ്യണം. ഇപ്പൊ വന്ന പണി നടക്കട്ടെ. ഇവിടെ ഉള്ളതെല്ലാം പഴയ ഇരുമ്പാണല്ലോ. ഇതെല്ലാം ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ ചെറിയ ലോറി തന്നെ ആവശ്യമാണല്ലോ. അത് ശരിയാവില്ല. അയ്യോ, കണ്ണട ഒന്നൂടെ. Coming. Very dangerous place.
മൊട്ടയെന്നോ? മുട്ട. ഇവ കള്ളനാ. നോക്ക്, നമ്മുടെ സാധനങ്ങളാ. നമ്മുടെ സാധനങ്ങളല്ല. കള്ളനല്ലേ നീ? കള്ളനല്ലേ? നമുക്ക് ഹെൽപ്പ് ചോദിക്കാം. അഭി 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 ഹെൽപ്പ് ചോദിക്കാം. ചോദിക്കേ പ്ലീസ് ഹെൽപ്പ് മീ സർ. ഇത് ഇവരോട് പറഞ്ഞു എടുത്തോ. കൊടുക്കാതെ എന്നാ ഞാൻ പോട്ടെ. സാറോ? ഞാനോ? ഒരിക്കൽ ഇവിടെ വിളിക്കൂ. നീ കൂടെ വിളിച്ചേ. കള്ളൻ സർ. നീ കൂടെ. ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടേ? ഞങ്ങളെല്ലാരും കിഡ്നാപ്പ് ചെയ്തതാണ് സർ. ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട് സർ. ഞങ്ങളെ രക്ഷിക്കണം സർ. പ്ലീസ് സർ, ഞങ്ങളെ രക്ഷിക്കണം സർ. അതെ, കെട്ടിയിട്ടിരിക്കുമ്പോ തന്നെ നിങ്ങൾ പിശാചി പോലെ ഉച്ച വെച്ചേ. നിങ്ങൾ അഴിച്ചു വിട്ട എന്നെ എന്തൊക്കെ ചെയ്യും നിങ്ങള്? വേണ്ട 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 വേണ്ട. മെനക്കേടായില്ലോ. ഫോണ് ഫോൺ എന്തിനാ ചോദിക്കുന്നേ? സൂപ്പർ. അതെ, എന്തിനാ ഫോണ്? പോലീസിന് വേണ്ട. അതെ, എന്റെ ഫോൺ വാങ്ങിച്ച് എനിക്ക് എന്നെ ആപ്പ് വയ്ക്കുകയാണോ? നിങ്ങളാണ്. ഞാൻ ഈ ഫോൺ തരൂല. എന്നാ ശരി, നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ ചെയ്യാം. നിങ്ങളുടെ അഡ്രസ് പറയൂ. ശരി, ഓക്കെ. നമ്പർ 4 ശാസ്ത്രി നഗർ, പനമ്പള്ളി നഗർ. വളരെ നന്ദിയുണ്ട് കേട്ടോ. എന്തിനെന്ന് വെച്ചാ നിങ്ങൾ ഇവിടെ കെട്ടിട്ടിരിക്കല്ലേ, വീട് ഇവിടെ പൂട്ടിയിരിക്കല്ലേ. ഇവിടെ കിട്ടിയതൊന്നും പോരാ മോളെ. അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് എടുത്ത് ഇത് നിറച്ചു വെക്കാം. ബൈ 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 ബൈ. ശല്യം. സർ പ്ലീസ്. ബൈ. വരുന്നുണ്ടടി. മുട്ടയ്ക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടി. ശരി, വീണ്ടും എന്നെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടിട്ടു. ആണോ? അതെ, ഇവിടെ അടിയൊക്കെ കിട്ടി. ഓക്കെ ഫൈൻ. ഡോർസ് എല്ലാം ക്ലോസ് ആണല്ലോ. നീ എങ്ങനെയാ ആരും കാണാതെ പുറത്തേക്ക് പോയേ? ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയില്ലേ?
ഈ വീടിന്റെ അടുത്ത് ഒരു പൊട്ടി തകർന്ന ബംഗ്ലാവ് ഉണ്ട്. ഞാൻ അവിടെ പോയി വീണു. എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ചേ മതിയോ? എനിക്കെന്നെ അറിയില്ല നമ്മൾ എവിടെയുള്ളതെന്ന്. വിശ്വസിക്കൂല അല്ലേ? ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കൂല അല്ലേ? മിണ്ടാതിരിക്കുന്നേ. വേഗം വാ 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 വാ. ഇവിടെയൊക്കെ ഇടിച്ചു വീണു. കിടക്കുന്നേ. കൈ മാറി. എന്ത് പറ്റി അബി ഇവൾക്ക്? ദീപയ്ക്ക് അടുത്തത് ഇവളാണെന്ന് കരുതി ഇവള് പേടിക്കുന്ന പോലെയുണ്ട്. നീ പേടിച്ചിട്ടാണ്? എനിക്കെന്ത് പേടി? നിനക്കെന്താ ഒന്നും? എനിക്ക് പേടിയില്ല. നീ കിടന്നോ? ഓക്കേ, നീ ഇവിടെ കിടക്ക്. ശരി, നീ വാ, ഇവിടെ ഇരിക്കേ. എന്തിനാണോ ഞങ്ങളെ കടത്തിക്കൊണ്ട് വന്നേ? ഇതല്ലേ പറഞ്ഞേ? എന്തിനാണോ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഒന്നെങ്കിൽ ഞങ്ങളെ വെറുതെ വിട്, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് കൊന്നാളയ. എന്തുവാ ഇത്? ഇരിക്കുന്നേ, ഇരിക്കേ. Hey Maha, it's okay, fine. Relax. It's okay. Please. It's okay, Maha. പ്ലീസ്. ഭ്രാന്ത് പിടിക്കുന്നത് പോലെയുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ പോലെ 2 നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ടേ ഇല്ല. പക്ഷേ ഇവിടെ അപമാനപ്പെട്ട് പ്ലീസ്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സോറി. നീ ഒരു പെണ്ണല്ലേ? ഞങ്ങളെ കണ്ടിട്ട് നിനക്ക് ഒരു സഹതാപം തോന്നില്ലേ? നീ ചുമ്മാ വരുന്നു, ഇഞ്ചക്ഷൻ ചെയ്യുന്നു, ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ, ആഹാരം തരുന്നു. ഞങ്ങളെന്തോ സൂയിലുള്ള ആനിമൽസിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നേ. ആ റൂമിലുള്ള പെണ്ണിനെ കണ്ടിട്ട് പോലും നിനക്ക് കുറച്ചെങ്കിലും അലിവ് തോന്നുന്നില്ലേ? ഇവൾക്ക് എങ്ങനെ അതൊക്കെ തോന്നും? ഇവൾക്കും ആ കെട്ടിയിട്ടിങ്ങനെ നായക്കും ഒരു വ്യത്യാസവും ഇല്ല. ഈ സൈക്കോ സംസാരമൊക്കെ കേട്ട് അവൾ അങ്ങനെ ആയിപ്പോയി. ഇവിടടുത്ത് പോയിട്ട് എന്ത് മാനാഭിമാനത്തിനെ കുറിച്ച് സംസാരിക്കാനാ? സൈക്കോയോ? ആര്? അതെയോ? അതെ, സൈക്കോയാ. അവന്റെ കൂടെ ചേർന്ന് അടിമയായിട്ട് അവനെ പോലെ തന്നെ ആയി. അവളൊരു പെണ്ണായിട്ടിരുന്നാലേ പെണ്ണുങ്ങളുടെ ഫീലിംഗ് എന്താണെന്ന് അറിയൂ. അതേടി, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ, കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുന്നവരെ, കുടുംബത്തിനെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവരെ എല്ലാം സൈക്കോയാ. എന്താ ചോദിച്ചേ? ഞാൻ പെണ്ണാണോന്നോ? ഞാൻ പെണ്ണ് തന്നെയാ, പക്ഷെ നിങ്ങളെ കണ്ടാലാ അത് തോന്നാത്തത്. സൈക്കോ ആര്? അദ്ദേഹമാണോ സൈക്കോ? നന്മകളെ ചെയ്തിടാ എന്നോട് നരകിനിരുന്നീടാ എന്നോർമ്മകൾ
എന്താ ചേട്ടാ? അറിയില്ല, എന്താണെന്നറിയില്ല, പെട്ടെന്ന് നിന്നു. ചേട്ടാ ഇതൊക്കെ മുൻപ് നോക്കാമായിരുന്നില്ലേ? ഒരു എനിക്ക് മിനിറ്റ് സമയം പോയി. നോക്കട്ടെ. എങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല. കോളേജിൽ പോകാൻ ലേറ്റ് ആവുന്നു. പെട്രോളുണ്ട്. എന്താ ചേട്ടാ അറിയില്ല. സമയാവുന്നു, പ്ലീസ്. നിൽക്കുന്ന ആലോചിക്കട്ടെ. ധൃതിപ്പെടല്ലേ. ആ ഫോൺ തന്നെ ഒന്നിങ്ങോട്ട് വന്നേ, ഞാൻ പറയാം. ഹലോ അളിയാ, വണ്ടി ഇടയ്ക്ക് വെച്ച് റിപ്പയർ ആടാ. അളിയ നീ എവിടെയാ? എടാ നീ എവിടെയെന്ന് പറയും, ഞാൻ വരാം. എടാ അന്യത്തിൽ റോഡ് നിർത്തിയിരിക്കുക. നന്ദിനി, 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 നന്ദിനി എവിടെയാ? നന്ദിനി എവിടെയാ? ഇല്ല, എനിക്ക് നന്ദിനിയെ കാണണം. നന്ദിനി, 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 നന്ദിനി നമ്മളെയൊക്കെ വിട്ടു പോയടാ. നന്ദിനി, 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 ഒന്ന് റിലാക്സ് ചെയ്യൂ സർ. റിലാക്സ് ചെയ്യൂ. റിലാക്സ്. ഇല്ല, ഒന്നുമില്ല. എനിക്ക് നന്ദിനിയെ കാണണം. ഇല്ല, നീ പറഞ്ഞ നുണയാണ്. നന്ദിനി, ഒന്നുമില്ല. ശരിയായിക്കോളൂ. റിലാക്സ് ചെയ്തോ.
ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ആക്സിഡന്റ് ആക്കിയത് അവര്. ഇത്രയും ടോർച്ചർ ചെയ്തു പോരാഞ്ഞ അവളെ കൊല്ലുകയും ചെയ്തു. പക്ഷെ അവൾക്കും ഞങ്ങൾക്കും എന്താ ബന്ധം? ഞങ്ങൾ എന്തിനാ ടോർച്ചർ ചെയ്യുന്നത്? അതാണല്ലോ അവള് പറയുന്നത് കറക്റ്റ് ആണല്ലോ. നിങ്ങളോ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വണ്ടി ഓടുന്നുണ്ട്. ഇവിടുമാരെ വെറുതെ വിടാൻ പാടില്ല. ഇതൊക്കെ എപ്പോ? എനിക്കൊന്നും ഓർമ്മയിൽ വരുന്നില്ല. നമ്മൾ അങ്ങനെ എത്ര പേരെ ക്രോസ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഇയാൾ ആരാണെന്ന് നമുക്കെങ്ങനെ അറിയാം? ജസ്റ്റ് ഉരച്ചിട്ടല്ലേ പോയോളൂ. പറയുന്നിട്ട് ഇടിച്ചിട്ട് പോയതുപോലെ ഉണ്ടല്ലോ. നിങ്ങൾ റാഷ് ഡ്രൈവിംഗ് ചെയ്യുമ്പോ എതിരിൽ വരുന്നവനും ഒരു കുടുംബമുണ്ടെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായിരിക്കും ഉണ്ടായിരിക്കുക. ഒരിക്കലും ഇവിടെ വരില്ലായിരുന്നു. എന്തു പറ്റി അബി? അബി എന്തു പറ്റി? അബി അബി മഹാ അബിക്ക് എന്തു പറ്റി? അബി 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 ഓക്കെ ആണോ നീ? ഒന്നുമില്ല, ഐ ആം ഫൈൻ. ഇങ്ങനെ നിങ്ങളുടെ മടി കിടന്നിട്ട് എത്ര നാളായി? നിനക്കല്ലേ അതിനൊന്നും സമയമില്ലാത്തത്. ആദ്യം ജോലി, അത് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, പാർട്ടി, പബ്ബ്. ഇവിടെ അമ്മയുള്ള കാര്യം ഒരിക്കലും നീ ഓർക്കാറില്ലല്ലോ. നീ ഒരുപാട് മാറി മോളെ. സോറി അമ്മേ. ഇനി ഞാൻ നിങ്ങളെ വിട്ട് ഒരിടത്തും പോവില്ല. ഓഫീസ് വിട്ടാ നേരെ വീട്ടിലേക്ക് വരും, പ്രോമിസ്. അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് സന്തോഷം തന്നെ. ശരി മോളെ, നിനക്ക് ഇഷ്ടമുള്ള ലെമൺ റൈസും പൊട്ടാറ്റോ ഫ്രൈയും ഉണ്ടാക്കിയിട്ടുണ്ട്, കൊണ്ടുവരാം. ഏയ് എന്താ പെട്ടെന്നെന്താ മോക്കൊരു അമ്മ സ്നേഹം? ഇവിടെ തന്നെ ഇരിക്കും, പോണ്ട. അമ്മ അമ്മ എന്നോട് ക്ഷമിക്കണമേ. അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ തനിച്ചാക്കി. സമ്പാദിച്ചു തന്നാൽ മതിയെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമായിരുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കണമായിരുന്നു. ഐ എം സോറി അമ്മ.
ഞാൻ തിരിച്ചു വരുമെന്നൊന്നും എനിക്കറിയില്ല അമ്മേ. ബട്ട് നിങ്ങൾ എവിടെയാണെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. I love you, അമ്മേ. അബി, ഹേ അബി, എന്താ മഹാ? അബി കരയാണ് മഹാ. അബി 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 എന്തു പറ്റി? എന്ത് പറ്റിടി? അബി നീ എന്തിനാ കരയുന്നേ? എന്ത് പറ്റി? ഡോണ്ട് ക്രൈ അബി. നമ്മുടെ ലൈഫ് ഒരേ രാത്രിയിൽ ഇങ്ങനെ മാറിപ്പോകുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നമ്മൾ ഇവിടെ വന്നിട്ട് എത്ര നാളായി? പുറത്ത് എന്തൊക്കെയാ നടക്കുന്നേ? ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ വരുമോ? ഇല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മുടെ അവസാനം. ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ തെറ്റ് ചെയ്തു. പാവം ദീപ, നമ്മൾ കാരണം അവളും ഇവിടെ വന്ന്. ഞാൻ തന്നെ അവളെ എന്തിനാ പാർട്ടിക്ക് കൂട്ടിക്കൊണ്ടു പോയെന്ന് ആലോചിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അവളെങ്കിലും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നേനെ. അടുത്തത് നമ്മളാണെന്ന് നമുക്കറിയാം, പക്ഷെ അത് ആദ്യം ആരാണെന്നറിയില്ല. നിഷ, നിനക്ക് അവസാനത്തെ ആഗ്രഹം വല്ലതുണ്ടോ? എനിക്ക് എന്റെ അച്ഛനെ കാണണമെന്ന് പോലെയുണ്ട്. മരിക്കുന്നതിന് മുൻപ് ഒരേ ഒരു പ്രാവശ്യം. നിനക്കോ? അങ്കിത്, അശ്വിൻ, എന്റെ ചേട്ടന്റെ മക്കളുടെ കൂടെ ഒരു ദിവസമെങ്കിലും കളിക്കണമെന്നുണ്ട്. ഇവിടുന്ന് പുറത്ത് പോയി ആകാശം കാണണോടി, നല്ല വായു ശ്വസിക്കണം. മരിക്കുന്ന സമയം അറിയുന്നവരെ മാത്രം നമ്മുടെ ജീവിതത്തിൽ പേടിയുണ്ടാവും. ഇപ്പൊ നമ്മുടെ മരണം നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്. എന്താടി? അബി, ശരി. എങ്ങനെ പോകും? കാറിന്റെ കീണ്ടോ? കീയൊന്നുമില്ല ബാഗില്. അവിടെ അതാ അവിടെ. നീ ഒരു പ്രാവശ്യം പോയ പ്രശ്നമായതാ. വേണ്ട നിഷ, നീ പോയി എടുത്തോ. അബി ഞാൻ പോവില്ല, എനിക്ക് പറ്റൂല. നിഷ പ്ലീസ്. അബി പ്ലീസ് പോയി എടുത്തിട്ട് വാ. പതുക്കെ പതുക്കെ. എനിക്ക് പേടിയാവുന്നുണ്ട്. ഓക്കെ പതുക്കെ പ്ലീസ്. സൂക്ഷിച്ചു പോന്നേ പ്ലീസ്.
വാ 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 വാ. മെന്റൽ.
എന്തുമാത്രം വിഷമിച്ചെന്നറിയോ അമ്മ? എങ്ങനെയും പറ, ഒരുപാട് കഷ്ടപ്പെട്ടമ്മേ. എന്തു പറ്റി? എവിടെയായിരുന്നു ഇതുവരെ? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അതൊരു വലിയ കഥയമ്മേ. രക്ഷപ്പെട്ട് വരുന്നത് ഭയങ്കര കഷ്ടമായിരുന്നു. പുറത്തു വരുമ്പോ അതൊരു ഡാർക്ക് ഹൗസ് ആയിരുന്നു. അകത്ത് ഒരുപാട് ടോർച്ചർ ചെയ്തു. അവനെ എന്ന് പറഞ്ഞ ആരായിരുന്നത്? ചേട്ടത്തി, അവനെ കണ്ട ഒരു സൈക്കോ കില്ലറിനെ പോലെ ഇരിക്കും. ഭയങ്കര ടോർച്ചർ ആയിരുന്നു ചേട്ടാ. അമ്മ എന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി അച്ഛ. അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മുടെ ദീപയെ കൊന്നമ്മേ, അവളുടെ ഹസ്ബൻഡിനെ കൊന്നമ്മേ. അവര് പോലീസിനെ പോലെ പേടിയില്ല, അറിയാമോ ചേട്ടാ? ഞങ്ങളുടെ മിസ്സിംഗ് കേസ് ഹാൻഡിൽ ചെയ്യാൻ വന്ന പോലീസ് കമ്മീഷണർ വരെ അവൻ കൊന്നു. അയ്യോ, പോലീസിനെ കൊന്നു കളഞ്ഞു. അവിടെ ഒരു പെണ്ണ് ജീവന് വേണ്ടി മല്ലടിക്കുന്നുണ്ട് അച്ഛാ. അവളെ രക്ഷിക്കണം. സേഫ് ആയിട്ട് ഇവിടെ വരുന്നതിന് കാരണം അവളെ അമ്മേ ഞങ്ങളെ രക്ഷപ്പെടാൻ അനുവദിച്ചിട്ട്. അതേട്ടാ, അവൾ അവിടെ കുടുങ്ങിപ്പോയമ്മേ. അവൾ എന്താ ചെയ്തെന്ന് അറിയില്ല. പോലീസിനെ വിളിക്കാലോ. എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. പ്ലീസ്, ആരെങ്കിലും ഒന്ന് പോലീസിനെ വിളിക്കേ. പോലീസിനൊന്ന് വിളിക്കേ പ്ലീസ്. എന്താ പറഞ്ഞതറിയോ? അവന്റെ അനിയത്തി എന്തോ ആക്സിഡന്റ് മരിച്ചെന്ന്. അതുകൊണ്ട് ക്ലബിൽ പോകുന്ന എല്ലാരെയും കിഡ്നാപ്പ് ചെയ്യും പോലും. മഹാ, അതൊക്കെ വിടുമ്പോ അവനെ പിടിച്ച് തൂക്കിലിടണം, തലക്കടിച്ച് കൊല്ലണം. അവനെ കൊല്ലണം. അവന് നമ്മൾ കൊടുക്കുന്ന ഓരോരോ സെക്കൻഡും അടുത്തത് ആരെ കൊല ചെയ്യാം, കിഡ്നാപ്പ് ചെയ്യാന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അവനെ പോലത്തെ ആളുകളെ പുറത്തേക്ക് വിട്ടാ പെണ്ണുങ്ങൾക്കാണ് ആപത്ത്. പോലീസിലേക്ക് ഫോൺ വിളിക്കേ. ആന്റി, പോലീസിന് ഫോൺ ചെയ്യാ ആന്റി. അമ്മേ, ഞാൻ ബോധമില്ലാതെ സംസാരിക്കുന്നല്ലേ അമ്മ വിചാരിച്ചിരിക്കുന്നേ? സത്യമായിട്ടോ അമ്മേ, ഞാൻ സത്യം പറയുന്നത്. വിശ്വസിക്കാമേ. അയ്യോ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ സൈക്കോ തന്നെ നേരി കൊണ്ടുവരണം ഇങ്ങോട്ട്. ആന്റി, ഞാൻ പറയുന്നത് കേക്ക്. ഒന്ന് അടങ്ങിയിരിക്കും. ഒന്ന് സമാധാനായിരിക്കെ. ഹി ഈസ് അശോക് സുബ്രഹ്മണ്യം, എ ലീഡിംഗ് സൈക്കാട്രിസ്റ്റ്. What psychiatrist? Psychiatrist? അമ്മ ആരാ പറഞ്ഞത്? Hey, girls, chill please. It is nothing but a treatment. There is no intention to harm anyone. Please, doctor, please sit. Treatment? ട്രീറ്റ്മെന്റ് എന്തിനാ? ഞങ്ങൾക്ക് എന്താ ഭ്രാന്താണ് അറിയുന്നത്? അങ്ങനെയൊന്നുമില്ല. ഫിസിക്കൽ ഹെൽത്തിന് പ്രിഫറൻസ് തരുന്ന പല ആളുകൾ മെന്റൽ ഹെൽത്തിന് തരുന്നില്ല. അതുകൊണ്ടാണ് ഇനിഷ്യൽ സ്റ്റേജിൽ ക്യൂർ ആകേണ്ട പല കാര്യങ്ങൾ സീരിയസ് സ്റ്റേജിന് പോയതിനു ശേഷം ട്രീറ്റ്മെന്റ് ആവശ്യപ്പെടുന്നു. അമ്മ, ഇവൻ ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുന്ന ഇവൻ നാടകം കളിക്കാം. ഇതിന് പിന്നിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. ഹേ ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ 3 പേരും നിങ്ങൾ അറിയാതെ തന്നെ വേറൊരു ലൈഫ് സ്റ്റൈലിൽ കുടുങ്ങിയിരിക്കുകയാണ്. അത് സെക്കൻഡ് സ്റ്റേജിലായതുകൊണ്ട് അതിന്റെ ഹാർമസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അടുത്ത സ്റ്റേജിലേക്ക് പോയിരുന്നെങ്കിലോ? അങ്ങനെ എന്ത് കുഴപ്പമായിരുന്നു? ഡ്രിങ്ക്സ് ആസ് വെൽ ആസ് ഡ്രഗ്സ്
ദാറ്റ്സ് കാഷ്വൽ നോ? ഹേയ്, എന്നെങ്കിലും ഒരു ദിവസം ആണെങ്കിലും അത് കാഷ്വൽ, എപ്പോഴും അതിൽ തന്നെയാണെങ്കിൽ സംതിങ് സീരിയസ്, റൈറ്റ്? ഞങ്ങളുടെ ദീപ, രാകേഷ് അവരെ കൊന്നു കളഞ്ഞതിന് നീ എന്ത് കഥ പറയും? ദീപ, ശരി, നീ ചെല്ല്. വാട്ട്? ഹായ്, സോറി സോറി ഗേൾസ്. ദുഷ്ടത്തി, നിനക്ക് വേണ്ടി എത്ര കരുതെന്നറിയാമോ? സോറി സോറി. കൂൾ കൂൾ കൂൾ. ബാത്റൂമിൽ ആ പെണ്ണിനെ കെട്ടിയിട്ട് ഉപദ്രവിച്ചതോ? മിത്ര ആൻഡ് പവിത്ര പ്ലീസ്. ഇവള് They are all my colleagues. They are part of this process. സോറി ഗായ്സ്. എന്തിനാ അമ്മേ? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു മോളെ. പറയൂമ്മേ, എന്താ പ്രശ്നം? ഡോക്ടർ, ഞാൻ നിങ്ങളുടെ യൂട്യൂബ് പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളെ എങ്ങനെയെങ്കിലും ഡോക്ടർ രക്ഷിച്ചു തരണം. നിങ്ങളുടെ മോൾ ആരാണ്? അവരെന്താണ് ചെയ്യുന്നത്? ഞങ്ങളുടെ മക്കൾ IT ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. തെറ്റായ കൂട്ടുകെട്ട് കാരണം ഡ്രഗ്സ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ എന്നിവയ്ക്ക് അടിമയാണ്. ദിവസം ചൊല്ലുന്നോറും അവരുടെ ബിഹേവിയർ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്തിട്ടുണ്ടോ? ചെയ്തിരുന്നു ഡോക്ടർ. പക്ഷേ അവർ അതിനൊന്നും കോപ്പറേറ്റ് ചെയ്തിരുന്നില്ല ഡോക്ടർ. ഞങ്ങളുടെ മക്കളെ നഷ്ടപ്പെടുമോ എന്നും പേടിയാണ് ഡോക്ടർ. ഡോണ്ട് വറി, നിങ്ങളുടെ മോളുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ കേസ് ഹിസ്റ്ററി സ്റ്റഡി ചെയ്യാൻ സമയം വേണം. അതിനുശേഷം എങ്ങനത്തെ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുക എന്ന് ഞാൻ പ്ലാൻ ചെയ്യാം. വേറൊന്നും പ്രശ്നം ഉണ്ടാവില്ലല്ലോ, കാരണം നിങ്ങളെ വിശ്വസിച്ചാ വന്നിരിക്കുന്നത്. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ട്രീറ്റ്മെന്റിന് ശേഷം നിങ്ങളുടെ ഡോക്ടറെ പഴയതുപോലെ തിരിച്ചറിയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളേക്ക് വരാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ്. ചില യങ്സ്റ്റേഴ്സ് അവർക്ക് തന്നെ അറിയാതെ അവരുടെ ജീവിതത്തിൽ ലഹരിക്ക് അടിമയാകുന്നു. അത് വിടാനും കഴിയുന്നില്ല, അതിനെ കുറയ്ക്കാനും കഴിയുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് നിങ്ങളുടെ മോളുമുള്ളത്. ഇൻഫാക്റ്റ് ഇതിലെന്താ തെറ്റുള്ളതെന്ന് വിചാരിക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പരിധി കടന്നതിൻ്റെ അടയാളമാണ്. കുറച്ച് കാലം മുമ്പ് ഞാൻ കുടിക്കുന്നു പറയാൻ നാണിച്ച അതേ സൊസൈറ്റിയാണ് ഞാനൊന്ന് കുടിക്കില്ല എന്ന് പറയാൻ നാണിച്ച് നിൽക്കുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ കേസ് ഹിസ്റ്ററി സ്റ്റഡി ചെയ്തതിൽ അവർ ഇപ്പം ജീവിക്കുന്ന ലൈഫ് സ്റ്റൈൽ തൊട്ട് വേറൊരു ലൈഫ് സ്റ്റൈലിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അവരെ ഗുണമാക്കാൻ കഴിയൂ. ഈ മരുന്ന് കൊണ്ടൊക്കെ 50% മാത്രമേ ശരിയാക്കാൻ കഴിയൂ. ബാക്കി അവരുടെ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് ശരിയാക്കാൻ പറ്റൂ. അതിന് പാരൻസായ താങ്കളുടെ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ കഴിയൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാം ഡോക്ടർ. എങ്ങനെയെങ്കിലും എൻ്റെ മോള് രക്ഷപ്പെട്ടാൽ മതി. ഞങ്ങളതിനു വേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏതൊരു ശീലവും നിങ്ങൾ 21 ദിവസം ഫോളോ ചെയ്താൽ ആ ശീലം നിങ്ങളെ ഈസിയായി അഡോപ്റ്റ് ചെയ്യും. നിങ്ങളുടെ കുട്ടികളെ 21 ദിവസം ഒരു ക്ലോസ് സർക്കിൾ വെച്ച് ട്രീറ്റ് ചെയ്താൽ അവരുടെ മോശപ്പെട്ട ശീലങ്ങൾ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാം. ഇതൊരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം പോലെയാണ്, പക്ഷേ ഇത് കുറച്ച് വ്യത്യസ്തമായ രീതിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ അവസ്ഥ ഒരു സ്പൈഡർ വെബിൽ കുടുങ്ങിയ പ്രാണികളെ പോലെയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമേ അവർ ഉദ്ദേശിക്കൂ, അല്ലാതെ അവർക്ക് വേറൊരു ചിന്തയുണ്ടാവില്ല. അവരുടെ ജീവൻ്റെ വില അവർ തിരിച്ചറിയുമ്പോൾ അവരെന്നെ ആക്രമിക്കാൻ ശ്രമിക്കും. അത് മാത്രമല്ല, തമ്മിൽ ഹേർട്ടാവുന്ന പോസിബിലിറ്റീസ് ഉണ്ട്. അഫ്കോഴ്സ് ആ 21 ദിവസവും നിങ്ങളും കൂടെ ഉണ്ടാവാം. നിങ്ങളവരെ മോണിറ്ററും ചെയ്യാം. ബട്ട് ഡോക്ടർ, ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും മാനസിക നില തകരാറിലാകുമോ? തീർച്ചയായും ഉണ്ടാകും. അതിന് ഞങ്ങളുടെ അടുത്ത് ഒരു ആൾട്ടർനേറ്റ് പ്ലാൻ ഉണ്ട്. അവരുടെ കൊലീഗ് ദീപ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കി. They have taken us chill. അതുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് 21 ദിവസം വേണം. അതിൽ 2 ദിവസം നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ക്യാൻ യു ഹെൽപ്പ് us പ്ലീസ്? എങ്ങനെ? കാരണം ഡ്രഗ്സ് ഇല്ലാതെ അവരെ തന്നെ ഹേർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അത് നടക്കാതിരിക്കണമെങ്കിൽ അവർ വിശ്വസിക്കുന്ന ആൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം. ദാറ്റ് കുഡ് ബി ദീപ. ദീപ കൂടെ ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. ഇറ്റ് വിൽ ബി ആസം. ഷുവർ ഡോക്ടർ. 2 ദിവസമല്ല, 10 ദിവസം വേണമെങ്കിൽ എടുത്തോളൂ. ഞാനും ദീപ ഇതിനു വേണ്ടി ഫുൾ കോപ്പറേറ്റ് ചെയ്യാം ഡോക്ടർ. ഇതിൽ പാർട്ടാവാൻ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ ദീപ? താങ്ക് യു സോ മച്ച് രാകേഷ്. താങ്ക് യു സോ മച്ച്. അവർ നമ്മൾക്ക് സപ്പോർട്ടീവാണ്.
പവിത്രയും മിത്രയാണ് ഫുൾ ടൈം വാച്ചിങ്ങിലിരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പിള്ളേരെ അവരാണ് മോണിറ്റർ ചെയ്യുക. ഹേ ഗേൾസ്, റിലാക്സ്. നിങ്ങൾ തെറ്റെയ്തതുപോലെയും ഞങ്ങളത് ശരിയാക്കിയതുപോലെയും വിചാരിക്കേണ്ട. മൈ ലൈഫ് മൈ റൂൾസ് എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളൊരു ഇൻവിസിബിൾ വാൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്നും നിങ്ങളും പുറത്തു വന്നില്ല, ആരെയും അകത്തേക്ക് വിടുകയും ചെയ്തില്ല. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ കോമ്പാക്ട് പ്രിസൺ. എനിക്കൊരു ചെറിയ ഡൗട്ട്. അവസാനമായി നിങ്ങളുടെ പാരൻസിനോട് നിങ്ങൾ എപ്പോഴാണ് മനസ്സ് വിട്ട് സംസാരിച്ചത്? നിങ്ങൾക്കൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ അമ്മയെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ അവിടെ തന്നെയായിരുന്നു, നിങ്ങളെ കണ്ടോണ്ടിരിക്കുമായിരുന്നു. I'm sorry, അമ്മേ. Okay. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെയില്ല. അന്ന് ലഹരിക്ക് അടിമയായിരുന്നു. ഈ ഡ്രഗ്സ് ആൽക്കഹോളൊക്കെ എന്താ ചെയ്യാന്നറിയോ? സൊസൈറ്റിയിൽ നിന്നും നിങ്ങളുടെ ഫാമിലിയുടെ അടുത്തുനിന്നും മെല്ലെ മെല്ലെ നമ്മളെ അകൽച്ചയിലെത്തിക്കും. അതിൻ്റെ തുടക്കമാണ് നിങ്ങൾ പറയുന്ന ഈ സോഷ്യൽ ഡ്രഗിങ്. യൂഷ്വലി ഡ്രഗ് യൂസ് ചെയ്യുന്നവർ പറയുന്ന കാരണം വർക്ക് ബിസി, കമ്മിറ്റ്മെൻറ്റ്സ്, സ്ട്രെസ്. നിങ്ങളുടെ ക്വാളിറ്റി ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട സ്ഥലം പബ്ബോ ജോയിൻറ്റോ അല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം പാരൻസിനോടൊപ്പം സ്പെൻഡ് ചെയ്യൂ. അതിനേക്കാളും വലിയൊരു സന്തോഷം വേറെ എവിടെയില്ല. താങ്കൾ തന്നെ ഉണ്ടാക്കിയ ഇൻവിസിബിൾ ബൗണ്ടറിയെ താങ്കൾ തകർക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് അല്ലാതെ വേറെ വഴി അറിഞ്ഞില്ല. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് ഉള്ളപ്പോൾ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്, ആൽക്കഹോൾ എല്ലാം നിങ്ങളുടെ കൺമുമ്പ് തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കത് യൂസ് ചെയ്യണമെന്ന് തോന്നിയിട്ടേ ഇല്ല. കാരണം ജീവനോടുള്ള പേടി, രക്ഷപ്പെടണം എന്ന ചിന്ത മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ലഹരി വേണമെന്ന് വെച്ചാ ആണുങ്ങൾക്ക് എന്ത് വെള്ളം ചെയ്യാം, പെണ്ണുങ്ങൾ ചെയ്താൽ മാത്രം തെറ്റാണോ? ഹേ, ഈ ലഹരിക്ക് ആണ് പെണ്ണ് എന്ന വ്യത്യാസമൊന്നുമില്ല. അവൻ ചെയ്തു അതും കൂടെ ഞാനും ചെയ്തു എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. അവൻ സൂസൈഡ് പോയിന്റിൽ ചാടിയാൽ നിങ്ങളും അവിടെ നിന്ന് ചാടുമോ? എനി ഫോം ഓഫ് ഡ്രഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. അവിടെ നടന്നത് വെറും സ്റ്റേജ് ഡ്രാമയാണ്. അതിൽ നിങ്ങൾ 3 പേര് മാത്രമാണ് ഓഡിയൻസ്. ഹലോ ഡോക്ടർ. Thank you, doctor. അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ടെത്താൻ ഞങ്ങൾ തീവ്രമായി പരിശ്രമിക്കുന്നുണ്ട്. അപ്പൊ എനിക്കുണ്ടായ സംഭവമോ? Wake up. Breathe. Wake up. Breathe. 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 Oh God. താങ്ക് യു ഡോക്ടർ. കൈയെല്ലാം കെട്ടിയിട്ടിട്ട് ഇത്രയും ഹാർഷായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കോ? കൈ കെട്ടിയിടുന്നു. ആ ഹാൻഡ് കഫ് നടത്തോണ്ട് വരുമോ? പവിത്ര, ഇവർക്ക് വേണ്ട, അവർക്കിടും. നല്ലോണം വലിക്കൂ. നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിത ഇതായിരുന്നു. നിങ്ങളുടെ മനസ്സൊന്ന് ശരിയില്ലായിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ മനസ്സൊന്ന് നോർമലാണ്, അതുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോ നിങ്ങളുടെ സിസ്റ്ററിനെ പറ്റി പറഞ്ഞതൊക്കെ സ്റ്റോറിയാണോ? അത് സത്യമാണ്. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കണമെന്നില്ലല്ലോ. എന്നെ പോലെയുള്ള വേറൊരുത്തിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ ഡോക്ടറെ ഞങ്ങൾ തിരിച്ചു തന്നു. വളരെ നന്ദിയുണ്ട് ഡോക്ടറെ. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി.
കൈകാര്യം ചെയ്ത് മനസ്സിലായി. പക്ഷെ നമ്മുടെ കൂടെ ഇരുന്ന് രണ്ടെണ്ണം നമ്മളെ ചതിച്ചില്ലേ? അവരെ ഫോൺ എടുക്ക്. നിനക്കൊന്നും തോന്നാണല്ലോ. It's him. ആരാ? Possibly. ഇവനോ? Wait. അറ്റൻഡ് ചെയ്യ്. Hello. Hey girls, 2 ആഴ്ചയായിട്ട് ആരെയും കണ്ടില്ലല്ലോ. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? Let's have a real party, man. How about a weekend party? Tell me, girls. വാ അടിച്ചിട്ട് ഫോൺ വയ്ക്കടാ.